ഹലോ നമസ്കാരം. അപ്പോൾ വീണ്ടും ഒരു സിനിമ സംസാരവുമായി നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വന്നിരിക്കുകയാണ്. മൂവി ടോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാട്രിയറ്റ്, അങ്ങനെ നീണ്ട ഒരു കാത്തിരിപ്പിന് ശേഷം നമ്മൾ ആ സിനിമ കണ്ടു. അൺഫോർച്ചുനേറ്റ്ലി റിലീസ് ഇന്നലെ ആയിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇന്നലെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഫാൻ ഷോയ്ക്ക് പോയിരുന്നു, കുറച്ച് ലേറ്റായി പോയി. പക്ഷെ കാണാൻ വേണ്ടി പോയതല്ല, അവിടെ എന്തൊക്കെ നടക്കണം, എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു റിയാക്ഷൻ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ ഓൺലൈനിൽ നിന്നും വളരെ നെഗറ്റീവ് ആയിട്ടുള്ള റിയാക്ഷൻസും റിവ്യൂസും മിക്സഡ് റിവ്യൂസ് ആണ് വന്നത്. പക്ഷെ ആദ്യമൊക്കെ വന്ന റിവ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെയാണ് ഞാൻ കേട്ടത്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. കാരണം എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, അതായത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ, ഇങ്ങനെ ഒരു കാസ്റ്റിംഗ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത്രയും താരനിരകൾ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ ഒരു കണ്ടന്റിന്റെ ക്വാളിറ്റി കൊണ്ടായിരിക്കണല്ലോ ഇത്രയും ആൾക്കാർ അതിൽ ഒന്നിച്ച് ചേരാൻ ഉണ്ടായ ഒരു കാരണം. ഇത് ഓൺലൈനിലെ റിവ്യൂ കേട്ടപ്പോൾ ഉണ്ടായ ഫീലാണ് പറയുന്നത്, സിനിമ കണ്ടിട്ടുള്ള ഫീൽ അല്ല കേട്ടോ പറയണത്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയി. ബട്ട് ഞങ്ങൾ ഇന്ന് പോയി സിനിമ കണ്ടു. എന്തിനാണ് അവരിതൊക്കെ പറഞ്ഞത്? ഞാൻ റിവ്യൂസ് ഒന്നും വായിച്ചിട്ടോ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല, നിങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേങ്കിൽ നിങ്ങൾ പറഞ്ഞറിഞ്ഞത് വെച്ചിട്ട് ഞാൻ ഓരോ ഇത് കാണുമ്പോൾ ഐ വാസ് സെർച്ചിങ് വാട്ട് അവരെന്താ പറഞ്ഞത്. പക്ഷേ മെജോറിറ്റി ഞാൻ കേട്ട റിവ്യൂസ് അൺഫോർച്ചുനേറ്റ്ലി നെഗറ്റീവ് ആയി പോയി. ചിലരൊക്കെ പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സ്ലീപ്പിംഗ് പിൽ, ഉറക്ക ഗുളികയാണ്, ബിലോ ആവറേജ് മൂവിയാണ്. അങ്ങനെയൊന്നും അല്ല, നമ്മളെ റിവ്യൂ നമുക്ക് പറയാലോ. ഞങ്ങളുടെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സിനിമയേ അല്ല. നമ്മൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു, ഇതിനെയാണോ ഒരു നെഗറ്റീവ് പറഞ്ഞു? ഇവർ പറഞ്ഞതിൽ ലാലേട്ടന് വലിയ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞേ ലാലേട്ടൻ നല്ല ക്യാരക്ടറാണല്ലോ. ഞാൻ കേട്ട കമന്റുകള് ഇവൻ പറയുന്നത് കേട്ടു, ലാലേട്ടനൊക്കെ എന്തിനീ സിനിമയിൽ അഭിനയിക്കാൻ. പക്ഷെ ഞങ്ങൾ കണ്ട സിനിമയിൽ ലാലേട്ടൻ നല്ലൊരു ക്യാരക്ടർ അഭിനയിച്ച് ഇവൻ കണ്ണ് നനഞ്ഞു പോയത് ലാലേട്ടന്റെ ആ ഒരു പറയുന്നില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഇതിൽ അഭിനയിച്ച ഓരോരുത്തർക്കും ഹാറ്റ്സ് ഓഫ്. കാരണം വെച്ച് കഴിഞ്ഞാൽ മഹേഷ് നാരായണനെ വിശ്വസിച്ച് അല്ലെങ്കിൽ ആ കണ്ടന്റിനെ വിശ്വസിച്ച് യെസ് പറഞ്ഞവർക്ക് ഡെഫിനറ്റ്ലി ആ ഒരു ക്യാരക്ടർ എടുത്ത് ചെയ്യാന്ന് പറയുന്നത് യെസ്. നമ്മളൊക്കെ ചിന്തിക്കും ലാലേട്ടനൊക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാൻ, അല്ല എങ്ങനെയാണ് ഇങ്ങനെ ഒരു ക്യാരക്ടറിലേക്ക് വരാൻ യെസ് പറഞ്ഞത്. അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു കാര്യം കേട്ടോ. കാരണം ഒരു ഈഗോ ഇല്ലാതെ എന്റെ റോള് ചെറുതായോ വലുതായോ ഇമ്പോർട്ടൻസ് ഉണ്ടോ ഇല്ലയോ, കണ്ടന്റ് എന്താണോ, അതെ കണ്ടന്റ് എന്താണോ ക്യാരക്ടർ എന്താണോ എന്ന് മാത്രം നോക്കിക്കൊണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ ഇന്നാവുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഇൻഡസ്ട്രിയിൽ മാത്രമേ നടക്കുള്ളൂ. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെ അല്ലാണ്ട് എക്സ്പെക്ട് ചെയ്ത് കണ്ടവർക്കാണ് ചിലപ്പോ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുക. കാരണം അതായത് ഹീറോ, അതായത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ ഒരു ഹീറോ, മോഹൻലാൽ ആയാലും ഇപ്പം അവര് അങ്ങനെയൊക്കെ വിചാരിക്കുന്നോണ്ടാണ്. അല്ലാണ്ട് ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഇത്രയും നല്ല സിനിമ അത് എല്ലാരും പെർഫെക്റ്റ്ലി വന്ന് അഭിനയിച്ച് നല്ല ഭ്രാന്തമായിട്ടുള്ള ഈ അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഈ ചിലവർക്കൊക്കെ അതൊക്കെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുള്ളവർക്കൊക്കെ എന്താ പറയാ, അവിടെ കൂടിപ്പോയോ ഇവിടെ കുറഞ്ഞു പോയോ എന്നുള്ളൊരു സംഭവത്തിന്റെ പേരിലൊക്കെയാണ് ഈ നെഗറ്റീവ് അടിക്കുന്നത് തോന്നുന്നു. ഇപ്പം അയൽക്കാരൊക്കെ വന്നിട്ട് അത് ഷീസ് എ ലേഡി സൂപ്പർ സ്റ്റാർ, അവിടെ സ്ക്രീൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ എനിക്ക് ഇത്രയല്ലേ സ്ക്രീൻ ടൈം ഉള്ളൂ, ഞാൻ ഇങ്ങനെ ഒരു റോൾ എന്തിനു ചെയ്യണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് അതൊന്നല്ല. ഇറ്റ്സ് ആ ക്യാരക്ടറിന് എന്താണ് ഇമ്പോർട്ടൻസ്, അത് അവിടെ എന്ത് ഡെലിവറി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമാവാൻ അവർക്ക് പറ്റുക, അതൊക്കെയാണ് അവര് ചിന്തിച്ചിട്ടുണ്ടാവണം എന്ന് വിചാരിക്കുന്നു. കാരണം ഇറ്റ്സ് എ വെരി ഗുഡ് പ്രോജക്ട്. കാരണം ആ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പല സിനിമകളിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി പല രീതിയിലുള്ള പോരായ്മകളോ ലോജിക്കലി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ അതെന്താ അങ്ങനെ കാണിച്ചേ, അല്ലെങ്കിൽ ലോജിക്കൽ ലൂപ്പ് ഹോൾ പോലും ഇല്ലാതെ എടുത്തു വെച്ചിരിക്കുന്നു. അത്രയും ബിഹൈൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലാണ്ട് കൊണ്ടിരിക്കല്. കാരണം കുറെ ഒരുപാട് നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, നല്ല കൃത്യമായിട്ട് അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു സാധനവും കൂടി, നിങ്ങൾ പറഞ്ഞ ഇതിന് VFX ഭയങ്കരമായിട്ട് എക്സ്പെൻസ്, എനിക്ക് എവിടെ ഇതുള്ളത് പോലെ തോന്നിയിട്ടില്ല. അതാണ് അതിന്റെ ബ്രില്യൻസ്. അതെ, ഞാനിപ്പോ പൊതുവെ കേട്ടൊരു കമന്റ് ആണ്, ഇത്രയും പൈസ 10-20 കോടി VFX-ന് വേണ്ടി ചെലവാക്കി എന്ന് പറയുന്നു. എവിടെ VFX? അത് അറിയാണ്ടിരിക്കുക എന്നുള്ളതിലല്ലേ ആ VFX-ന്റെ ക്വാളിറ്റി. കാരണം അതിലുള്ള സ്റ്റണ്ടിലും ഈ പറഞ്ഞ മാതിരി ഫ്ലൈറ്റിന്റെ സ്റ്റണ്ട് സീനുകളൊക്കെ ഒരുപാട് VFX ഉണ്ട്. പക്ഷെ വളരെ എവിഡന്റ് ആയിട്ട് നമുക്കത് മനസ്സിലാവാത്ത രീതിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിന്റെ ബ്രില്യൻസ്, അതിന്റെ ക്വാളിറ്റി അതാണ്. ഈവൻ ക്യാമറ വർക്കുകളൊക്കെ
ഞാൻ പറയട്ടെ, സിനിമാറ്റോഗ്രാഫിയുടെ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കാണണം. കാരണം വെച്ചാല് നമുക്കൊരു ഫ്രെയിം വെച്ചിട്ട് വാവ് പറയുന്നത് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പൊ മമ്മൂക്ക ഒരു ഫൈറ്റ് സീൻ ചെയ്യുന്നു, ആ മനുഷ്യനെ എങ്ങനെ ക്യാമറയിൽ ഒപ്പിയെടുക്കും എന്നുള്ളതിനെ കുറിച്ച്, ആ വയസ്സായിട്ടുള്ള ആളാണ്, ആളുടെ ബോഡി മൂവ്മെന്റ്, ഫ്ലെക്സിബിലിറ്റി ഇതൊക്കെ കുറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഒരു പ്രായം ആളെ അതിനൊക്കെ റെസ്ട്രിക്ട് ചെയ്യുന്നു. പക്ഷെ അത് ഒരു ബ്രില്യൻ്റ് അല്ലാത്ത ഒരു സിനിമാറ്റോഗ്രാഫർ ആണ് ചെയ്യുന്നത് വെച്ചാൽ അതൊക്കെ എവിഡന്റ് ആയിട്ട് നമുക്ക് സ്ക്രീനിൽ മനസ്സിലാവും. പക്ഷെ ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ ആ ക്യാമറ യൂസ് ചെയ്തിരിക്കുന്നതും ഇതിലെ സ്റ്റണ്ട് സീനുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ എഡിറ്റിംഗ്, പൊളി എഡിറ്റിംഗ്. എന്തിനാണ് അങ്ങനെ ഒരു നെഗ് വന്നത്? കാറില് അവര് യാത്ര ചെയ്യുമ്പോ ഒരു ക്യാമറ മൂവ്മെന്റ് ഉണ്ട്, കണ്ടവർക്ക് മനസ്സിലാവും, കാണാൻ പോകുന്നവര് നോക്കണം. അവര് മമ്മൂക്കയും കുഞ്ചാക്കോ ബോബനും ലാലേട്ടനും കാറിൽ സഞ്ചരിക്കുമ്പോ ഒരു സീനുണ്ട്, ഒരൊറ്റ കട്ടില്ല അതില് ക്യാമറ കാറിന്റെ ഉള്ളിൽ കിടന്ന് മൂവ് ചെയ്യുന്ന കാണുമ്പോഴല്ലേ എത്ര ബ്രില്യന്റ് ആയിട്ട് അത് എടുത്തു വെച്ചിരിക്കുന്നു. സിനിമാറ്റോഗ്രാഫി ഹാറ്റ്സ് ഓഫ്. പിന്നെ മ്യൂസിക്കിന്റെ കാര്യം, മ്യൂസിക്കില് എനിക്ക് തോന്നിയ സുഷിന് വലിയ ഒരു സ്കോപ്പ് ഉള്ള പോലെ എനിക്ക് തോന്നിയില്ല. ബട്ട് ആൾക്ക് കിട്ടിയ സ്ഥലത്ത് ഫൈറ്റിന്റെ ടൈമിന് മറ്റേ ഫ്ലൈറ്റ് ഇത് ചെയ്യുന്ന അങ്ങനെയുള്ള സമയത്ത് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്തായിട്ട് ഫഹദിന്റെ ആ സീനൊക്കെ ഇങ്ങനെ എനിക്കിങ്ങനെ നെഞ്ഞിടിപ്പ് പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഈവൻ ഫൈറ്റ് വരുന്ന സമയത്ത് എനിക്ക് ലൈക്ക് ഐ കുഡ് ഫീൽ ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞ സുഷിൻ കിട്ടിയ ഭാഗം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്ര വലിയൊരു സ്കോപ്പ് ഇല്ല. പാട്ടുകൾ എന്ന് പറയാനായിട്ട് ഒരു പാട്ടേ ഉള്ളൂ, 2 പാട്ടുണ്ട്. പക്ഷെ ഒരു പാട്ടിന്റെ ഫുള്ള് നമ്മള് സിനിമയിൽ വന്നിട്ടില്ല. അത് യൂട്യൂബിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതില് കുറച്ച് ഭാഗം മാത്രമേ അതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു പാട്ട് ഫുൾ ആയിട്ടുണ്ട്. അത് പാട്ട് വളരെ നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ വളരെ അതിൽ സ്കോപ്പ് കുറവാണ്. അങ്ങനെ ഒരു മാസ് സംഭവങ്ങളൊന്നും കാണിക്കാനുള്ള ഒന്നുമില്ല. പക്ഷെ വെരി ഗുഡ് ജോബ്. പിന്നെ ഇതിന്റെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് മെയിൻ സാധനം കണ്ടന്റ്. ഇങ്ങനെ ഒരു ടോപ്പിക് എടുത്ത് അതിന്റെ മുകളിൽ ഒരു റിസർച്ച് ചെയ്ത് ലൈക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കണ്ടന്റ്. അതാണ് ഇപ്പൊ കണ്ടന്റ് എന്ന് പറയുമ്പോ അതില് വാവ് ഫാക്ടർ എങ്ങനെയാണെന്നറിയോ? ആ കണ്ടന്റിന്റെ വാവ് ഫാക്ടർ അല്ല, അതെങ്ങനെ നമ്മളെ ഒരു സാധാരണ മനുഷ്യനെ ബാധിക്കുന്നു, എങ്ങനെ ഒരാളെ ലൈഫിൽ അതിനെ എത്രത്തോളം അത് എന്താ പറയാ ഇടപെടുന്നുണ്ട്, അത് എത്രത്തോളം ഡേഞ്ചർ ആണ്, അതിന്റെ സ്കെയിൽ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ. പക്ഷെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അറിയില്ല അതിന്റെ സ്കെയില്. അറിയും, നമുക്കറിയാം. അണ്ടിൽ നമ്മളിലേക്ക് എത്തുന്നവരെ നമ്മളത് ബോധറാവില്ല. കേട്ടിട്ടുള്ളത് തന്നെ സ്പൈവെയർ, അത്രേ ഉള്ളൂ. ഈവൻ നമുക്ക് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, നമ്മളെ ഫോണിൽ നമ്മളൊരു കോൺവെർസേഷൻ നടത്തി കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഇൻസ്റ്റാഗ്രാം അങ്ങ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് സംസാരിച്ചത് അത് റിലേറ്റഡ് ആയിട്ടുള്ള റീൽസ് വരുന്നു. ഇത് തന്നെയാണ് കണ്ടന്റ്. അതായത് സ്പൈവെയർ, അതായത് നമ്മളെ മൊബൈലിലുള്ള ആപ്പുകൾ ത്രൂ നമ്മളെ എങ്ങനെ മറ്റു ഉള്ള കോർപ്പറേറ്റ് കമ്പനികൾ അല്ലെങ്കിൽ അതിനോട് ആക്സസ് ഉള്ള ആൾക്കാർ നമ്മളെ എങ്ങനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ് കണ്ടന്റ്. ഇത്ര വലിയ സംഭവമൊന്നുമല്ല. ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ മറ്റേ സിനിമ ഉണ്ടല്ലോ പ്രതിച്ഛായ, ഇതിലും അതന്നെ അവസാനം. എനിക്ക് എന്താ ഫീൽ ചെയ്തെന്നറിയാം, നമുക്ക് എല്ലാവർക്കും ഇതൊക്കെ അറിയാം. പക്ഷെ ഇത് അണ്ടിൽ എന്റെ അടുത്തോ അല്ലെങ്കിൽ എന്റെ ബന്ധുക്കൾക്കോ എന്റെ ഫ്രണ്ട്സിനോ വരുന്നവരെ നമ്മളിത് നമ്മളെ ബാധിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മളെ ബാധിക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, ബാധിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. കാരണം വെച്ചാൽ അത് തന്നെയാണ് അതിന്റെ വ്യത്യാസം. അതായത് നമ്മളുടെ ആ ഒരു സ്വാതന്ത്ര്യം നമ്മളിൽ നിന്ന് പിടിച്ചു വാങ്ങപ്പെട്ടു, അല്ലെങ്കിൽ അത് മറ്റൊരാളുടെ കയ്യിലാണ് നമ്മളുടെ നിയന്ത്രണം എന്ന് നമുക്ക് തോന്നാത്തോടത്തോളം കാലം നമ്മൾ വിചാരിക്കുക നമ്മൾ സേഫാണ്. കാരണം അത് ഓൾറെഡി അങ്ങനെ വിശ്വസിക്കപ്പെടുന്നതാണ് ഇതിൽ പെട്ടുപോകുന്ന സംഭവം. കാരണം ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് കഴിക്കണം, എന്തുടുക്കണം, എന്ത് കാണണം, എന്ത് വിശ്വസിക്കണം, നമ്മുടെ ഒപ്പീനിയൻ, അതായത് പൊളിറ്റിക്കലി നമ്മളുടെ വിഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഇതൊക്കെ നമ്മളെ ഡെയിലി ലൈഫിൽ അത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. അതിങ്ങനെ ദിവസങ്ങളോളം നമ്മളെ ട്യൂൺ ചെയ്ത് വേറെ ആർക്കോ വേണ്ടി നമ്മളുടെ ഒപ്പീനിയനും അഭിപ്രായങ്ങളും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുറന്നടിച്ച് കാണിക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇതിൽ പറഞ്ഞത്. അത് എങ്ങനെയാണ് ടെക്നിക്കലി അത് എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ്, ഇതിൽ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക. പക്ഷെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഇപ്പോൾ ഒരു കുട്ടീനെ
ബാധിക്കുന്നതും ലാപ്ടോപ്പും ഇതൊക്കെ എന്ന് പറയുന്നത് അത് ഈ സിനിമേനെ ഡെവലപ്പ് ചെയ്യാൻ ഒരു പ്ലോട്ട് മാത്രമാണ്. ഈ സിനിമയുടെ കണ്ടന്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു പ്ലോട്ടാണ്. പക്ഷെ അതിന്റെ ഒരു സ്കെയിലും അതിന്റെ ഒരു എത്ര ഡേഞ്ചർ ആണെന്നുള്ളതും അത് എന്താ പറയാ, അത് ഇറ്റ്സ് ഹ്യൂജ്. അതെ, അത് പറയാണ്ട് അവര് കൃത്യമായിട്ട് എല്ലാം പറഞ്ഞു മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. നാളെ ഇപ്പൊ നമ്മളെ ആര് ഭരിക്കണം എന്ന് പോലും നമ്മൾ തീരുമാനിക്കുന്നത് വേറെ ആൾക്കാരിൽ കൂടെയാണ്. അത് അതിന്റെ പല സൂചനകളാണ് ഇപ്പൊ ഈ സിനിമയിലൂടെ ആണെങ്കിൽ പോലും, ഇപ്പൊ പ്രതിച്ഛായ എന്ന സിനിമയിലൂടെ ആണെങ്കിലും. ഇവൻ എന്റെ എക്സാമ്പിൾ ആയിക്കോട്ടെ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. ഞാൻ BJP എന്ന പാർട്ടീനെ ഒരുപാട് ഒരു ഒട്ടും താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. മീൻസ് നരേന്ദ്രമോദി വന്ന സമയത്താണെങ്കിൽ. പക്ഷേ സ്ലോലി ദേ ആർ ട്രൈങ് ടു ഡു ഗുഡ്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നല്ല ചെയ്യുന്നു, അവര് ദേ ആർ ഡൂയിങ് ബെറ്റർ എന്നൊരു തോന്നല് ഇപ്പൊ എന്റെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ഈ എന്താ പറയാ, നമ്മൾ കാണുന്ന കാര്യങ്ങളിലാണെങ്കിലും വിശ്വസിക്കുന്ന കാര്യങ്ങളാണെങ്കിലും വായിക്കുന്ന കാര്യങ്ങളിലാണെങ്കിലും ഇതിൽ വരുന്ന നമ്മൾ ഇപ്പൊ ഇവളൊരു എക്സാമ്പിൾ പറഞ്ഞു. ഞാനിപ്പോ ഒരു ഐഫോണിനെ പറ്റി ഇവളോട് സംസാരിക്കുമ്പോൾ പിറ്റേ ദിവസം തൊട്ട് എന്റെ ഫീഡിൽ വരുന്നത് ഐഫോണിന്റെ പരസ്യങ്ങളും അല്ലെങ്കിൽ ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദേ ആർ മോണിറ്ററിങ്, സംബഡി ഈസ് മോണിറ്ററിങ് അസ്. അത് കോർപ്പറേറ്റ് കമ്പനികളായിക്കോട്ടെ, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് കമ്പനികളായിക്കോട്ടെ, അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, പാർട്ടികളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആരൊക്കെയോ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, ആരൊക്കെയോ നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്, ആരൊക്കെയോ നമ്മളുടെ അഭിപ്രായങ്ങളെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, അത് വെറും പേപ്പറിൽ മാത്രം അല്ലേ? അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്നടിക്കുന്ന ഒരു സിനിമയാണ് അത് ഇത്രയും ഇതായിട്ട് പറയാൻ കാണിച്ച ഒരു ചങ്കുറ്റം, അത് ഹാറ്റ്സ് ഓഫ്. അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്തും നമുക്ക് ലോജിക്കലി ഇത് കറക്റ്റ് അല്ലാന്നോ ഇത് കൺവിൻസിങ് അല്ലാന്നോ ഒന്നും തോന്നില്ല. കാരണം അതില് എയർപോർട്ട് സീനുകൾ കാണിക്കുമ്പോഴാണെങ്കിലും പല സീനുകൾ കാണിക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുക, ഇത് ഒരു എയർപോർട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കും. ഇല്ലല്ലോ, അങ്ങനെ ഒരു തോട്ട് വരുന്നില്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് അതിനെ റിസർച്ച് ചെയ്ത് അത് സ്ക്രീനിൽ കൊണ്ടുപോകുന്നത്. ചെയ്യുമായിരിക്കും, കാരണം അവര് പറഞ്ഞ രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. അവരതാ പറഞ്ഞ അതിനു വേണ്ടി നല്ല റിസർച്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രാക്ടിക്കലി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ആൾക്കാർ എങ്ങനെയാ അത് ചെയ്യാന്ന് കൃത്യമായിട്ട് ഗോളുകളെ കണ്ടുപിടിച്ച് അത് വളരെ കൺവിൻസിംഗ് ആയിട്ട് അതിനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൺവിൻസിംഗ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ കണ്ടന്റിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഇതിൽ വന്നല്ല നടീനടന്മാർക്കും അവർക്ക് തീർച്ചും ഒരു, കാരണം അവരൊന്നും ഉണ്ടല്ല ഈ പറയുന്ന പോലെ അവർ ആ കണ്ടന്റിന് വേണ്ടി സിനിമയിൽ വന്നവരാണ്. അവരുടെ സ്റ്റാർഡത്തിന് വേണ്ടിയിട്ടോ അവരുടെ വെറുതിനും വേണ്ടിയിട്ടല്ല, അവർ ആ സിനിമക്ക് വേണ്ടി സിനിമയിൽ വന്നവരാണ്. അതെ, കാരണം ഇപ്പൊ ഇവള് പറഞ്ഞില്ലേ ലാലേട്ടന്റെ ഒരു സീൻ കാണുമ്പോൾ ലാസ്റ്റ് നമുക്ക് തോന്നും ഈ മനുഷ്യന് എങ്ങനെ ഈ പ്രോജക്ട്, അതായത് അത്രയും ഈ ലെവലിൽ നിൽക്കുന്ന ഒരാള് എന്തോ ഒരു നമ്മുടെ ഇൻഡസ്ട്രിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കണ്ടന്റിന് വേണ്ടി അതാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യാന്ന് പറയുമ്പോ ഇറ്റ് ഈസ്, പിന്നെ അത് അവര് തമ്മിലുള്ള ഒരു ബന്ധം കൂടിയാണ്, മനസ്സിലായത്. കാരണം നരസിംഹത്തില് ലാലേട്ടന് വേണ്ടി മമ്മൂക്ക ആ ഒരു റോളിന് വരുമ്പോ അത് ആ സിനിമക്കും നയൻതാര ആയിക്കോട്ടെ, ദർശന ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, എല്ലാവർക്കും ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ്. പക്ഷെ അത് തീർച്ചയായിട്ടും എല്ലാവരെയും അതെങ്ങനെ മഹേഷ് നാരായണ അതിനെ കൺവിൻസ് ചെയ്തു അത് വേണ്ട, കൺവിൻസ് ചെയ്യണ്ട, ആ പ്ലോട്ട് മതി. കാരണം നമ്മളെ സിനിമയിൽ അതിൽ അഭിനയിക്കുന്നവര് സിനിമക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ പ്രൂഫാണ്. കാരണം പിന്നെ അത് ഒരു നാഷണൽ ലെവൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, മനസ്സിലായോ? അതിന്റെ ഒരു സ്കെയില് ഭയങ്കര ഒരു വലിയ സ്കെയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അതിന്റെ സിനിമയുടെ വലിപ്പം മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലായോ? ഒരു നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടുന്ന എനിക്ക് തോന്നുന്നു എഗ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇതിങ്ങനെ അളന്ന് മുറിച്ച് അയാൾക്ക് അത്ര ഇയാൾക്ക് ഇത്ര ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നത്. അവരുടെ ഇടയിൽ പോലും ഇല്ലാത്തൊരു കോമ്പറ്റീഷൻ നമ്മളെ പോലുള്ള കാണുന്നവരെന്തിന് സിനിമ കണ്ടാ പോരെ? മൂവി സിനിമ കാണാൻ ടെക്നിക്കലി നല്ല മൂവിയാണ്, പ്ലോട്ട് വൈസ് നല്ല മൂവിയാണ്, ആക്ടിംഗ് വൈസ് നല്ല മൂവിയാണ്, എല്ലാം മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി ബ്രില്യന്റ്, എഡിറ്റ് സൂപ്പർ, അതൊക്കെ എൻജോയ് ചെയ്യാനും അങ്ങനെ പോരെ. പറഞ്ഞവരെ ചിലപ്പോ ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ വേർഷൻ നിന്നിട്ട് നോക്കുമ്പോൾ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി എന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, അത് ആ ഒരു ഗ്രാഫും അതായത് ഓരോ സ്ഥലത്ത് ആ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ സസ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നതും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളുടെ സാധനം ഇതായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് ഇനിയിപ്പോ എന്താ കുഴപ്പം, ഞാനിങ്ങനെയായിരുന്നു തിയേറ്ററിൽ, എനിക്കൊന്നും കുഴപ്പം തോന്നുന്നില്ല, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്റെ മിസ്റ്റേക്ക് ആണോ? ഇത് എപ്പോഴും നമ്മൾ വർക്കൗട്ട് ഇങ്ങനെ ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നടക്കും
നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോ ഇതിനെ ഓവർ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നു ആൾക്കാർ നേരെ ഉൾട്ടയാവുക ചെയ്യുക. മനസ്സിലായി? ഓവറായിട്ട് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യും തോറും, അതായത് ആദ്യം ഇതിന്റെ ട്രെയിലറോ ടീസറോ ഇറങ്ങിയപ്പോൾ ഇത്ര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ലാസ്റ്റ് നമ്മുടെ പ്രകാശ് വർമ്മയുടെ പ്രോഗ്രാം ഉണ്ടായിരുന്നില്ല, ഇന്റർവ്യൂ, അതോടുകൂടി ഇതിന്റെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് കയറി. പിന്നെ അതിനുശേഷം തുടർച്ചയായിട്ടുള്ള മാർക്കറ്റിംഗ്. എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ പറയുന്ന പോലെ ഹരികൃഷ്ണൻസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനം എക്സ്പെക്ട് ചെയ്ത് വന്ന് ഇരിക്കുമ്പോഴായിരിക്കും അത് വേറൊരു, അങ്ങനെയൊന്നുമല്ല. ഇതില് നിങ്ങൾ വിചാരിക്കുന്നത് ഈ താരങ്ങളുടെ സ്വാഗും അല്ലെങ്കിൽ ഈ പറഞ്ഞ അതാണ് ഞാൻ അതും വിചാരിച്ചു. ഇതൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ലാലേട്ടൻ മാസ്, മമ്മൂട്ടി മാസ്, ഇതൊന്നും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല. എന്താ പറയാ, ഇതിനകത്തുള്ള ക്യാരക്ടർ എത്ര വയസ്സുള്ള ക്യാരക്ടർ ആണോ ആ വയസ്സുള്ള ഒരു ക്യാരക്ടറിന് എന്താണോ ചെയ്യാൻ പറ്റുക അതേ നിങ്ങൾ അവിടെ കാണുള്ളൂ. അതെ, മമ്മൂട്ടിക്ക് വയസ്സായെങ്കിൽ മമ്മൂട്ടി വയസ്സായിട്ട് എനിക്ക് വയ്യടാ ലൈക്ക് അതേ കാണുള്ളൂ. അല്ലാണ്ടുണ്ടല്ലോ 50-60 വയസ്സുള്ള മമ്മൂട്ടി 25 വയസ്സിന് ആളെ വന്നിട്ട് ഇടിക്കാനോ അത് പറപ്പിക്കാനോ കാണിക്കണില്ല. ലാലേട്ടനാണെങ്കിലും എന്താണോ പുള്ളിയുടെ ഫിസിക്ക് വെച്ചിട്ട് ആ ക്യാരക്ടർ ചെയ്യേണ്ടത് അത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങള് മറ്റേ വേറെ ഏതോ സിനിമയില് വാലിബലില് മല്ലനെ ഒന്നും അവിടെ കാണില്ല. അതാണ് അവരുടെ ബ്രില്യൻസ്, അതാണ് അവർ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ റിട്ടയർഡ് ആയിട്ടുള്ള പട്ടാളക്കാര്. അപ്പോ സിനിമ ഞങ്ങളുടെ ഭാഗത്ത് സിനിമ നല്ലൊരു സിനിമയാണ്. ടെക്നിക്കലി പ്ലോട്ട് വൈസ് എവറിത്തിങ് നല്ലൊരു സിനിമയാണ്. അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും പോയിട്ട് കാണുക എന്നൊരു റിക്വസ്റ്റ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ ആൾക്കാര് കാണാതായി പോകരുത് എന്ന് ജെന്യുവൻലി വി ഫീൽ. അതെ, പിന്നെ ഇതുപോലുള്ള സിനിമ വളരെ റയറായിട്ട് സംഭവിക്കുള്ളൂ. ഇത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അത് ഞങ്ങളുടെ അഭിപ്രായമാണ്. വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ എടുക്കണ്ട, പക്ഷേ തിയേറ്ററിൽ പോയി കാണുക. കാരണം ഇതിന്റെ ടെക്നിക്കൽ സൈഡ് തീർച്ചയായിട്ടും ആസ്വദിക്കണമെങ്കിൽ ഓരോ ഹോളിവുഡ് സ്റ്റൈലിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കളർ ഗ്രേഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഒരു ഹോളിവുഡ് ലെവലിലൊക്കെ എടുത്തു വെച്ചിരിക്കുന്ന അതുപോലെ ഫീൽ ചെയ്യും നമുക്ക് ആ സിനിമ കാണുമ്പോൾ. എല്ലാവരും കാണാം. ഇനിയും ഇതുപോലുള്ള സിനിമകൾ സംഭവിക്കട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ ഇപ്പൊ ലോകം ഉറ്റുനോക്കുന്ന ഒരു സിനിമ ഇൻഡസ്ട്രി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേ ഹാവ് സെറ്റ് അനദർ ബെഞ്ച് മാർക്ക്. അപ്പോ വീണ്ടും എക്സൈറ്റഡ് ആണ് നമ്മൾ ഒരു മലയാളിയാവുന്നു എന്ന് പറയാൻ ഭയങ്കര ഒരു അഭിമാനം തോന്നുകയാണ് ഇങ്ങനത്തെ സിനിമ വരുമ്പോഴും, ഇതുപോലുള്ള ഇൻഡസ്ട്രി എന്താ പറയാ ശ്രദ്ധിക്കപ്പെടുമ്പോഴും. അതുപോലെ ഇപ്പൊ നമ്മളെ രീതിയിലല്ല ചിലപ്പോ മറ്റുള്ളവർ ചിന്തിക്കുക, അതുകൊണ്ടായിരിക്കും അതിനൊരു നെഗ റിവ്യൂ കൂടി വന്നിട്ടുണ്ടാവുക. പക്ഷേ നമ്മളുടെ ഒരു അഭിപ്രായം പറയുന്നില്ല. കൂടുതൽ പറഞ്ഞു ബോറടിപ്പിക്കില്ല. നിങ്ങൾ സിനിമ പോയി കണ്ട് ആസ്വദിക്കുക. നല്ല തിയേറ്ററിൽ നല്ല സൗണ്ടും അറ്റ്മോസും ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ പോയിട്ട് നല്ല ലേസർ സ്ക്രീനും ഒക്കെ ഉള്ള ഒരു തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കുക, പടം ആസ്വദിക്കുക. അപ്പോ വീണ്ടും ഒരു സിനിമ സംസാരവുമായി വരുന്നവരേക്കും ബൈ.